પુલવામાની અંદર ઘટના થતાની સાથે બધાને એવું હતું કે આ વખતે તો સર્જિકલ સ્ટ્રાઇક ના થઈ શકે, હવે શું થશે તે એલર્ટનેસ બહુ હતી. પરંતુ મિત્રો નરેન્દ્ર મોદી સરકારે બરોબર 13માના દિવસે એર સ્ટ્રાઇક કરી 250 થી વધારે આતંકવાદીઓને શોખ. The target has been clearly amplified by the Foreign Secretary in his statement. Yeah. And of course, if he planned to hit the target, we hit the target. Otherwise, why would he have responded? ANI, please. If he had dropped bombs in the jungle, there's no need for him to respond. That statement will be made by the government. No, I mean, Air Force is not in a position to clarify that how many people were inside it. That we don't count human casualties. ഇത് പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യ നടത്തിയ ഭീകരവിരുദ്ധ ആക്രമണത്തെ സംബന്ധിച്ച് അമിത്ഷാ രാഷ്ട്രീയമായി പറഞ്ഞതും അതിനുശേഷം വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ BS ധനോവ പറഞ്ഞ വാക്കുകളുമാണ് നമ്മൾ കണ്ടത്. സൈനികരുടെ വീരമൃത്യുവും ശേഷം സേന നടത്തിയ ഭീകരവിരുദ്ധ പോരാട്ടവും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് BJP. ഏറ്റവും ഒടുവിലത്തേത് അമിത്ഷായുടെ പ്രസ്താവനയാണ്, അതും അഹമ്മദാബാദിലെ രാഷ്ട്രീയ വേദിയിൽ. ഇത് ഭൂഷണമോ എന്നതാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒപ്പം സൈനികരുടെ വീരമൃത്യുവിനോട് കാണിക്കുന്ന അനാദരവ് പല ഘട്ടങ്ങളിലായി BJPയുടെ ഭാഗത്ത് പുറത്തു വരുന്നു, അതും നമുക്ക് ചർച്ച ചെയ്യാം. കോൺഗ്രസ് നേതാവ് BRM ഷഫീർ, BJP നേതാവ് യുവമോർച്ച നേതാവ് രഞ്ജിത്ത് ചന്ദ്രൻ, ഒപ്പം നിരീക്ഷകരായി ഭാസുരേന്ദ്ര ബാബുവും മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രനും. രാഷ്ട്രീയമായി ബലാക്കോട്ടിലെ സേനയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനത്തെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നത് വലിയ രാജ്യദ്രോഹവും രാജ്യവിരുദ്ധവുമായ പ്രവൃത്തിയാണെന്ന് ആവർത്തിച്ച് BJP പോലും പലവട്ടവും പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഇന്ന് അമിത്ഷാ പറഞ്ഞതാണ് നാം കേട്ടത്, 250 ഭീകരരെ ആണ് വധിച്ചതെന്ന്. ഒരുപക്ഷെ സർക്കാർ ഇതേ സംബന്ധിച്ച് ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ സേനകളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലും അവർ പറഞ്ഞത് എത്ര പേർ മരിച്ചു എന്ന് വ്യക്തമാകുന്നില്ല എന്നതാണ്. അപ്പോൾ അമിത്ഷാ ഇത് ബോധപൂർവം രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി അഹമ്മദാബാദിൽ ഉപയോഗിച്ചതാണെന്ന് വ്യക്തമാകുന്നു. ഇത് അമിത്ഷാ മാത്രമാണോ? യെദ്യൂരപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നരേന്ദ്രമോദി പറഞ്ഞിരുന്നു, ഇപ്പോൾ അമിത്ഷാ പറയുന്നു. അതുപോലെ തന്നെ മനോജ് തിവാരി എന്ന ദില്ലിയിലെ BJPയുടെ പ്രസിഡന്റ് MP കൂടിയായ അദ്ദേഹം സൈനിക വേഷത്തിലാണ് ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. ഈ വിധത്തിൽ ചെയ്യുന്നത് രാഷ്ട്രദ്രോഹമല്ലേ? രാഷ്ട്രീയ താല്പര്യമാണോ വേണ്ടത്, രാജ്യ താല്പര്യമാണോ വേണ്ടത്? നമുക്ക് ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങാം. ആദ്യം ശ്രീ രഞ്ജിത്ത് ചന്ദ്രനിലേക്ക്. രഞ്ജിത്ത് ചന്ദ്രൻ, എവിടെ നിന്നാണ് അമിത്ഷയ്ക്ക് 250 പേരെയാണ് നമ്മുടെ സേന വധിച്ചതെന്ന് ലഭിച്ചത്? അല്ല, ബഹുമാനപ്പെട്ട ശ്രീ അജിംഷാദ്, ഈ 250 പേരല്ല മരിച്ചത് എന്ന് പറയുന്നത് ആരാ? പാകിസ്ഥാനാ പറയുന്നു. ഇവിടെ 250 പേർ മരിച്ചിട്ടില്ല. അവിടെ നാശനഷ്ടം വരുത്തിയത് പൈൻ മരങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് പാകിസ്ഥാൻ. ആ പാകിസ്ഥാന്റെ സ്വരമാണ് ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കൾക്കും, കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതാക്കൾക്ക്, മമതാ ബാനർജിയെ പോലെയുള്ളവർക്ക്, അതുപോലെ ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ളവർക്കൊക്കെ അതാണ്. പക്ഷേ ഇവിടുത്തെ വ്യോമാക്രമണത്തിന് നേതൃത്വം നൽകിയ ഇവിടുത്തെ എയർഫോഴ്സ് പറയുന്നു, അവിടുത്തെ ബലാക്കോട്ട് എന്ന് പറയുന്ന ഈ തീവ്രവാദികളുടെ ജെയ്ഷെ മുഹമ്മദിന്റെ ഉൽപാദന കേന്ദ്രമായിട്ടുള്ള ആ നക്ഷത്ര തീവ്രവാദ പരിശീലന കേന്ദ്രം തച്ചു തകർത്തു എന്ന് ഇവിടുത്തെ വ്യോമസേന പറയുന്നു. വ്യോമസേനയും ശ്രീ ഇവിടെ മൂന്ന് മേധാവികളും അനാവശ്യമായ കാടടച്ച് വെടിവെക്കലിലേക്ക് പോകരുത്. കാരണം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ്, 250 പേരാണ് മരിച്ചത്, അവിടെ ഭീകരർ കൊല്ലപ്പെട്ടത് ഇന്ത്യൻ സേനയുടെ ഭീകരവിരുദ്ധ ആക്രമണത്തിൽ എന്ന് അമിത്ഷയ്ക്ക് എങ്ങനെ വിവരം കിട്ടി? സൈന്യം പറഞ്ഞിട്ടില്ല, താങ്കൾ ഉദ്ധരിച്ച വ്യോമസേന പറഞ്ഞിട്ടില്ല, സർക്കാർ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. എങ്ങനെ അമിത്ഷയ്ക്ക് ഈ വിവരം കിട്ടി? അല്ല, വ്യോമസേനയുടെ തലവൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് എന്താണ്? പൊതുമാധ്യമത്തിൽ ഇതിനെക്കുറിച്ച് പറയാൻ പ്രിമച്വർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വ്യോമസേനയുടെ തലവൻ, അദ്ദേഹം ഒരു മേധാവി ഇവിടെ അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഇത് എത്ര ആണ് അതിന്റെ കാഷ്വാലിറ്റി എന്നതിനെ കുറിച്ച് അത് പ്രിമച്വർ ആണ് എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അവിടെ തച്ചു തകർത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
ദൃക്സാക്ഷികളടക്കം പറഞ്ഞിട്ടുണ്ട് അവിടെ ഒട്ടനവധി ആംബുലൻസുകൾ വന്നു, അവിടെ ഒട്ടനവധി ആളുകളെ ആംബുലൻസിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് അവിടുത്തെ ദൃക്സാക്ഷികളടക്കം പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിലെ തന്നെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. രഞ്ജിത്ത് ചന്ദ്രൻ, നിങ്ങളുടെ BJP നേതാവ് അവിടുത്തെ പാക് ഒക്കുപ്പൈഡ് ഉള്ള സ്ഥലത്തെ പാക് അധീനമായ പ്രദേശത്തെ ദൃക്സാക്ഷികൾ പറയുന്നതാണോ പാക് മാധ്യമങ്ങൾ പറയുന്നതാണോ ആധികാരികമായി ഉദ്ധരിക്കുന്നത്, അതോ ഇന്ത്യ പറയുന്നതാണോ? അല്ല, ബഹുമാന്യനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ അമിത്ഷാ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിക്കാണും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അവിശ്വസിക്കുന്നുണ്ടെങ്കിൽ 250 പേരല്ല, അവിടെ പൈൻ മരങ്ങളാണ് നഷ്ടപ്പെട്ടത് എന്ന് അവിടെ അതിനെക്കുറിച്ച് പറയുന്നത് പാകിസ്ഥാന്റെ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ആ രീതിയിൽ അതുപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ സേനകളും പറയുന്നു അവിടെ ആക്രമണം നടത്തിയിട്ടുണ്ട്, അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്, ബലാക്കോട്ടിലെ തീവ്രവാദ ആക്രമണ കേന്ദ്രം തച്ചു തകർത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. രഞ്ജിത്ത്, അതല്ല എന്റെ ചോദ്യം. അതായത് അവിടെ ഭീകരാക്രമണം നടത്തിയിട്ടുണ്ട്, സേന അവിടെ വിജയിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷെ അവിടെ 350 ഭീകരരെയാണ് നമുക്ക് വധിക്കാനായത് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം അവിടുത്തെ പ്രാഥമികമായ വിവരങ്ങൾ അടക്കം ഇതുവരെയുള്ള വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ 350 ഭീകരരെയാണ് നമുക്ക് വധിക്കാനായത് എന്നതാണ് ഞാൻ കരുതുന്നത്. അതെങ്ങനെ കുറച്ച് അമിത്ഷാ പറയുന്നു? അതല്ലേ പാകിസ്ഥാനെ സഹായിക്കുന്നത്? അല്ല ശ്രീ അജിംഷാ, നമ്മൾ ആദ്യം 44ഓളം CRPF ജവാന്മാർ കൊല്ലപ്പെട്ടു. നിങ്ങളുടെ വീഴ്ച ഉണ്ട്, ഇന്റലിജൻസ് വീഴ്ച ഉണ്ട്. അതല്ല, നമുക്ക് ഇവിടേക്ക് ശേഷം അത് 40 എന്നുള്ള രീതിയിൽ വന്നല്ലോ. ഇത് തീർച്ചയായിട്ടും ഒരു സംഭവം നടന്നു, അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ 350 എന്നുള്ളതായിരിക്കും. അതിനുശേഷം അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വിലയിരുത്തൽ വന്നപ്പോൾ ചിലപ്പോൾ അത് 250 ആവാം. അതിനെക്കുറിച്ചൊന്നുമല്ല ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വിഷയം ആ ബലാക്കോട്ടിലെ തീവ്രവാദ കേന്ദ്രം അതിനെ തച്ചു തകർത്തു എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഉൽപാദന കേന്ദ്രം, തീവ്രവാദത്തിന്റെ ഉൽപാദന കേന്ദ്രം തന്നെ ഇന്ത്യ ഇല്ലാതാക്കി. ഇന്ത്യയുടെ വ്യോമസേന തീവ്രവാദത്തിന്റെ ഉൽപാദന കേന്ദ്രത്തെ ഇല്ലാതാക്കി എന്നുള്ളതാണ് ഏറ്റവും മെറിറ്റസ് ആയിട്ടുള്ള കാര്യം. ശ്രീ രഞ്ജിത്ത് ചന്ദ്രൻ, നമ്മുടെ വ്യോമസേനയിൽ സന്തോഷം ഇന്ത്യക്കാർക്കെല്ലാം ഉണ്ട്, അതിൽ ഞങ്ങളൊക്കെ അഭിമാനിക്കുന്നു. 2014 ശേഷമല്ല, മോദി അധികാരത്തിൽ വന്നതിന് ശേഷമല്ല ഇന്ത്യൻ വ്യോമസേന രൂപം കൊണ്ടത്. എൻ്റെ ചോദ്യം ഇതാണ്, വ്യോമസേന അവിടെ ആക്രമിച്ചത് 250 പേരെയാണ് കൊന്നത് എന്ന് അമിത്ഷയ്ക്ക് ആ നമ്പർ എവിടെ നിന്ന് കിട്ടി? 1. 2, ഇത് അഹമ്മദാബാദിലെ ഒരു രാഷ്ട്രീയ വേദിയിൽ പറയാൻ എന്ത് ധാർമ്മികതയാണ് ഈ രാഷ്ട്രീയ നേതാവിനുള്ളത്? എന്തിനാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന, രാജ്യത്തിന്റെ മുഴുവൻ അഭിമാനമായ സേനയുടെ രാജ്യരക്ഷാ പ്രവർത്തനത്തെ എന്തിനാണ് സങ്കുചിതമായ ഒരു രാഷ്ട്രീയ വേദിയിൽ ഉപയോഗിച്ചത്? ക്വസ്റ്റ്യൻ നമ്പർ 2. ബഹുമാന്യനായിട്ടുള്ള പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അത് പറയും. കാരണം ഈ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ തന്നെ വിളിച്ചു പറയുന്നു. കാരണം ഇതിന് തെളിവെവിടെയെന്ന് പാകിസ്ഥാനിലെ പാർലമെന്റിലെ അംഗങ്ങൾ പോലും ഉന്നയിക്കാത്ത ചോദ്യങ്ങൾ മധ്യപ്രദേശിലെ പ്രമുഖനായിട്ടുള്ള നേതാവ് ദിഗ്വിജയ് സിംഗ് പറയുന്നു. എവിടെ തെളിവെവിടെയെന്ന്? ഈ നാട്ടിലെ പാവപ്പെട്ട വ്യോമസേന കഷ്ടപ്പെട്ട് അവരുടെ ഓരോ പൈലറ്റുമാരും അവരുടെ ഓരോ വിംഗ് കമാൻഡർമാരും ജീവൻ പണയം വെച്ച് ഇവിടെ പാകിസ്ഥാനിൽ പോയി ആക്രമണം നടത്തിയതിനെ ഏറ്റവും അധികം വില കുറച്ച് കണ്ട് ഈ നാട്ടിലെ കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നു. അവിടെ തെളിവെവിടെയെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ആവശ്യപ്പെടുന്നു. അതിന് മറുപടി പറയാൻ ഈ നാട്ടിലെ ദേശീയ കക്ഷിയുടെ അധ്യക്ഷൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം അത് പൊതുജനത്തിനോട് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അത് മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ. അത് ഇന്നും ചെയ്യും, നാളെയും ചെയ്യും, മറ്റന്നാളും ചെയ്യും. അത് BJPയുടെ ദേശീയ അധ്യക്ഷന്റെ കടമയാണ്, കർത്തവ്യമാണ്. രഞ്ജിത്ത് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, നമ്മുടെ കടമയാണ്. BJPയുടെ പാർട്ടി സംഘടിപ്പിച്ച ഒരു കൺവെൻഷനിലെ പ്രസംഗമല്ല, ഇതൊരു സംവാദമാണ്. താങ്കൾ ഞാൻ ചോദിച്ചതിനെ ഒന്നും കൃത്യമായി അഡ്രസ് ചെയ്യാതെയാണ് കാര്യങ്ങൾ പോയത്. 1, 250 പേരെന്ന കാര്യം സേന പറഞ്ഞിട്ടില്ല, സർക്കാർ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ അമിത്ഷയ്ക്ക് പറയാനായി എന്നതാണ് എൻ്റെ ചോദ്യം. നമ്പർ 1. നമ്പർ 2, ഇത് രാഷ്ട്രീയമായി ഉപയോഗിച്ചത് എന്തിന്
എന്നതാണ് രണ്ട് ചോദ്യത്തിനും കൃത്യമായൊരു മറുപടി രഞ്ജിത്ത് ചന്ദ്രൻ തരുന്നില്ല. പ്രസംഗമാണ് രഞ്ജിത്ത് ചന്ദ്രൻ നടത്തുന്നത്. അല്ല ഒരിക്കലുമില്ല. കാരണം ഇത് രാഷ്ട്രീയമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഉപയോഗിച്ചിട്ടില്ല. ആദ്യമായിട്ട് ശ്രീ ബാസുരേന്ദ്രൻ ഇതൊരു ചർച്ചയാണ്, രണ്ടാൾക്കാർ തമ്മിലുള്ള ചോദ്യവും ഉത്തരവല്ല. ഒരു ചർച്ചയുടെ ലക്ഷ്യം തന്നെ തകർക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത്. വെറുതെ നോക്കിയിരിക്കാൻ ശരിയാണ്. അല്ലല്ല, അങ്ങനെ വരുമ്പോൾ രഞ്ജിത്ത് ചന്ദ്രന് മറുപടി ഇല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോവുക. അയാൾ പറയില്ല എന്ന് ഉറപ്പാണ്. ഓക്കെ, ഞാൻ അലുവാലിയുടെ കേന്ദ്രമന്ത്രി അലുവാലി ഇന്നലെ പറഞ്ഞ ബൈറ്റും കൂടി കാണിച്ചതിന് ശേഷം এটাই দরকার ছিল যে আমি তোমার সমস্ত পাহারার মধ্যেও আমি তোমার বাড়িতে পৌঁছে আমি চিহ্নিত করেছি এই জায়গাটা, আর আমি এই জায়গাটাকে ধ্বস্ত করতে পারি। আমরা চাইছিলাম না যে কি কোনো হিউম্যান ক্যাজুয়ালিটি হোক। അതായത് കേന്ദ്രമന്ത്രി അലുവാലിയെ പറഞ്ഞത് ഇത് ഏതെങ്കിലും തരത്തിൽ കാഷ്വാലിറ്റി സൃഷ്ടിക്കാനോ ആരെങ്കിലും ആക്രമിക്കാനോ അല്ല, മറിച്ച് ഭീകരതയെ തകർക്കാനുള്ള നീക്കമാണ് ഇന്ത്യൻ സേന അവിടെ നടത്തിയത് എന്നാണ് അലുവാലിയെ പറയുന്നത്. അതായത് ധനോവ പറഞ്ഞത് നാം ആദ്യം കേട്ടു. ഒരിക്കൽ കൂടി അമിത്ഷാ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. അമിത്ഷായും ധനോവയും പറഞ്ഞ വാക്കുകൾ കേൾക്കാം. પુલવામાની અંદર ઘટના થતાની સાથે બધાને એવું હતું કે આ વખતે તો સર્જિકલ સ્ટ્રાઇક ના થઈ શકે, હવે શું થશે કે એલર્ટનેસ બહુ હતી. પરંતુ મિત્રો નરેન્દ્ર મોદી સરકારે બરોબર 13મા દિવસે એર સ્ટ્રાઇક કરી 250 થી વધારે આતંકવાદીઓનો શોધ. The target has been clearly amplified by the Foreign Secretary in his statement. Yes. And of course, if he planned to hit the target, we hit the target. Otherwise, why would he have responded? ANI, please. If he had dropped bombs in the jungle, there's no need for him to respond. That statement will be made by the government. No, I mean, Air Force is not in a position to clarify that how many people were inside it. That we don't count human casualties. ശ്രീ BRM ഷഫീർ, അതായത് ധനോവ നമ്മുടെ എയർ മാർഷൽ പറഞ്ഞത് ഇതിൻ്റെ കണക്ക് നോക്കുന്ന സേനയല്ല, അത് സർക്കാർ ഔദ്യോഗികമായാണ് പറയേണ്ടത്. സർക്കാർ ഔദ്യോഗികമായി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പൂർണ്ണമായതിനു ശേഷം പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അമിത്ഷയ്ക്ക് 280 പേരാണ് കൊല്ലപ്പെട്ടതെന്ന് പറയാനാകുന്നത്? അല്ല, അതിനകത്ത് അമിത്ഷാ, ബഹുമാന്യായ ശ്രീ അമിത്ഷാ ഇന്ത്യയിലെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനാ പദവി വഹിക്കുന്ന ആളൊന്നുമല്ല. മുമ്പ് ശ്രീമതി സോണിയാഗാന്ധി UPAയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരായിട്ട് കൊഞ്ഞനം കുത്തിയ ആളുകളാണ് അമിത്ഷായെ കൊണ്ട് ഇതെല്ലാം പറയിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവർ വളരെ കൃത്യമായിട്ട് തന്നെ ബലാക്കോട്ട് ആക്രമണത്തെയും അതുപോലെ വ്യോമസേനയുടെ അറ്റാക്കിനെയും അത് ഞങ്ങളുടെ മാത്രം കഴിവാണ്, അത് ഞങ്ങൾ മാത്രമാണ് അതിനെ അംഗീകരിക്കുന്നത്, ബാക്കിയുള്ളവരെല്ലാം പാകിസ്ഥാൻ പക്ഷപാതികളാണ് എന്ന് വരുത്താനാണ് BJP കുറെ ദിവസങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, ഒരാൾ മരിച്ചാലും 100 പേർ മരിച്ചാലും ബലാക്കോട്ടിലെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രകടനത്തെ ഒരാളും തള്ളിപ്പറയില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ശ്വാസത്തിൽ ജനിച്ചു വീണവർ, ഇന്ത്യയുടെ ശ്വാസത്തിൽ ജീവിക്കുന്നവർ, നാളെ മരിച്ചു പോകുമ്പോൾ അവസാനത്തെ ശ്വാസം ഇന്ത്യയിൽ കൊടുക്കുന്നവർ, അവസാനം ഈ മണ്ണിൽ മരിച്ചലിഞ്ഞു ചേരേണ്ട ഒരൊറ്റയാളും ഒരു സംശയത്തിനുമിടയില്ലാതെ പറയുന്നു, ഒരൊറ്റ ഇന്ത്യക്കാരനും പാകിസ്ഥാന്റെ പക്ഷപാതത്തിൽ കൂടി പാകിസ്ഥാന്റെ പക്ഷത്തേക്ക് പോകത്തില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഒരു യുദ്ധപ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു മിലിറ്ററി അറ്റാക്ക് നടന്നു. അതിനെ സംബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന പറയേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയാണ്. പറഞ്ഞോ? ഇന്ത്യയിലെ ജനങ്ങൾ അഭിസംബോധന ചെയ്തില്ല എന്ന് മാത്രമല്ല, രാജസ്ഥാനിലെ ബിക്കാനീറിലെ പൊതുയോഗത്തിൽ വെച്ചാണ് ഇതാ സുരക്ഷിത കൈകളിലാണ് ഈ രാജ്യം, 2014 പോലെ നിങ്ങൾ എനിക്ക് പിന്തുണ തരൂ എന്ന് പറഞ്ഞ് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചത് ആരാണ്? രഞ്ജിത്തെ, നിങ്ങളുടെ നരേന്ദ്രമോദിയല്ലേ? പട്ന സാഹിബിൽ ഇന്നലെ നിതീഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ ശ്രീ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം നിങ്ങൾ കേട്ടോ? അതിനകത്ത് മുഴുവൻ നിറഞ്ഞ രാഷ്ട്രീയമായിരുന്നില്ലേ? നിങ്ങളുടെ അമിത്ഷാ ഇതിനെ സംബന്ധിച്ച് പരസ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ മനോജ് തിവാരി പട്ടാള വേഷത്തിൽ ഇറങ്ങി നടന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞില്ലേ? 21 സീറ്റുകൾ കിട്ടും ഞങ്ങൾക്ക് ഈ ഓപ്പറേഷനിലൂടെ, രാജ്യത്തിന്റെ ദേശീയ വികാരം വളരും എന്ന് പറഞ്ഞത് കർണാടകയിലെ നിങ്ങളുടെ നേതാവ് ശ്രീ യെദിയൂരപ്പ അല്ലേ? ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ 22 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ ഞങ്ങളല്ലേ, നിങ്ങളല്ലേ? അപ്പൊ ഇവിടുത്തെ പ്രശ്നം എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ബഹുമാനായ ശ്രീ ഞങ്ങളുടെ KPC ജനറൽ സെക്രട്ടറി ഡോക്ടർ സൂര്യനാട് രാജശേഖരൻ 2018 എഴുതിയ ഒരു പുസ്തകമാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. അതിൽ 168ാമത്തെ ഒരു പേജുണ്ട്. അതിൽ സൂം ചെയ്തോ,
അതിനകത്ത് ഈ പുസ്തകം പറ്റുമെങ്കിൽ രഞ്ജിത്തും കേരളത്തിലെ എല്ലാവരും എടുത്തു വെച്ച് വായിക്കണം. അതിലെ 168 പേജിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, പാകിസ്ഥാനുമായി ഒരു യുദ്ധം അനിവാര്യമാണ് BJPക്ക്. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മറ്റൊരായുധവും മോദിയുടെ കയ്യിലില്ല. മോദിയുടെ വാഗ്ദാനങ്ങളെല്ലാം പാഴായി എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ കള്ള് വേണമെന്ന് ചിലർ പറയുന്നത് പോലെ ജയിക്കാൻ ഒരു യുദ്ധം വേണം. 1 കൊല്ലം മുമ്പ് കോൺഗ്രസ് നേതാവ് എഴുതിയ പുസ്തകമാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 350 പേര് മരിച്ചെങ്കിൽ രാജ്യത്ത് പറയൂ, നിങ്ങൾ ഇത്ര പേർ മരിച്ചു, ഇത്ര പൈൻ കാർഡുകൾ നഷ്ടപ്പെട്ടു, ഇത്ര സെന്ററുകൾ തകർത്തു, അത് പറയാൻ ബാധ്യസ്ഥപ്പെട്ടവർ നിങ്ങളാണ്. ഞങ്ങൾക്ക് ചോദ്യം ഉന്നയിച്ചുകൂടെ? നിങ്ങളുടെ ഓപ്പറേഷൻ വിജയിച്ചോ? സൈന്യവും പറയുന്നില്ല, ഭരണാധികാരികളും പറയാതെ വരുമ്പോ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായ ചോദ്യങ്ങൾ റൈസ് ചെയ്യപ്പെടും. അതിന് നിങ്ങൾ അസഹിഷ്ണുതയോടു കൂടി എല്ലാവരെയും പാകിസ്ഥാൻ പക്ഷപാതികളും ഭീകരപക്ഷപാതികളും ആക്കുകയല്ല വേണ്ടത്. ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? ശരി, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇത് മാത്രമല്ല, ഷഫീർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അറ്റാക്കിന് ശേഷം മോദി നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിൽ 2014 ആവർത്തിക്കണം, ഈ കരങ്ങളിൽ ഇന്ത്യ സുരക്ഷിതമാണ് എന്നൊക്കെ മോദി പറഞ്ഞത് മുതൽ BJP ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. ഈ വീരമൃത്യു മരിച്ച ജവാന്മാരുടെയും നമ്മുടെ സേന നടത്തിയ ഭീകരവിരുദ്ധ ആക്രമണത്തെയും രാജ്യരക്ഷയ്ക്കല്ല, രാഷ്ട്രീയ കക്ഷി രക്ഷയ്ക്ക് വേണ്ടി BJP മാത്രം ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതേ പ്രസംഗത്തിൽ തന്നെ അമിത്ഷാ പറയുന്നതാണ്, മോദിയുടെ സമ്മർദ്ദം കൊണ്ടാണ് അഭിനവിനെ തിരിച്ചു കൊണ്ടുവരാനായത് എന്നത്. അത് ക്രെഡിറ്റ് മാത്രമോ, ഗുരുതരമായ വീഴ്ചയും ഗുരുതരമായ തെറ്റുമാണ്. ഈ രാജ്യത്തിൻ്റെ മുഴുവൻ നയതന്ത്ര പ്രവൃത്തിയും സേനാ പ്രവൃത്തിയും ഒക്കെ ലളിതവൽക്കരിച്ചത് മോദിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ജനീവ കരാറിൻ്റെ പ്രകാരമുള്ള അവസ്ഥയിലാണ് വിട്ടയക്കുന്നതെന്ന്, അഭിനന്ദനെ വിട്ടയക്കുന്നതെന്ന് ആരാണ് പറഞ്ഞത്? സേനാ വക്താക്കൾ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ടും അതൊക്കെ പാകിസ്ഥാനും അത് പറഞ്ഞു. പക്ഷെ അതൊക്കെ മോദിയുടെ ക്രെഡിറ്റിലേക്ക് എത്തുന്നു. കാര്യം വ്യക്തമല്ലേ? ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മാത്രമാവുന്നു. ശരിയാണോ അത്? ധാർമ്മികമായി ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നവുമായി കമ്പയർ ചെയ്യുമ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇപ്പോഴ് ജിംഷാദ് ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും വന്നിട്ടില്ലല്ലോ. ഈ 250 എന്ന അംഗസംഖ്യ എവിടെ നിന്ന് ലഭിക്കുന്നു അമിത്ഷായ്ക്ക്? ഒന്നുകിൽ ഇതേ സംബന്ധിച്ച് ആധികാരികമായി പറയാവുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ഡിഫൻസ് മിനിസ്റ്ററാണ്, നൺ അതർ ദാൻ ഡിഫൻസ് മിനിസ്റ്റർ. അതല്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രിയാണ് ഏറ്റവും വലിയ അതോറിറ്റി. ഇവർക്ക് രണ്ടുപേർക്കും പറയാൻ കഴിയാത്തൊരു കാര്യം അമിത്ഷാ എങ്ങനെ പറയുന്നു? പാർട്ടിയെ സംബന്ധിച്ച് അവസാന വാക്ക് അമിത്ഷായാണ്, മറിച്ച് രാജ്യത്തെ സംബന്ധിച്ച് അവസാന വാക്ക് അയാളല്ല. ആ അർത്ഥത്തിൽ അയാൾക്ക് എങ്ങനെ അത് പറയാൻ കഴിയുന്നു? 250 എന്ന് പറയുമ്പം നുണയല്ലേ? അമിത്ഷാ നുണ പറയുന്ന അല്ലാത്ത ആളാണ് നമുക്കറിയോ? ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് കഴിഞ്ഞ ആഴ്ച അമിത്ഷാ പ്രസംഗിച്ചല്ലോ, റെയിൽവേ കോച്ച് എന്തുകൊണ്ട് നമുക്ക് പാലക്കാട് കിട്ടിയില്ല? അമിത്ഷാ പറഞ്ഞെന്താ അറിയോ? ഭൂമി എടുത്തു കൊടുത്തിട്ടില്ല. ഒരു വിഷമവും ഇല്ലാതെ നുണ പറയുന്നുണ്ടോ? ഭൂമി എടുത്തു കൊടുത്തിട്ടില്ല, UPA സർക്കാരിന്റെ കാലത്ത് ഭൂമി കൈമാറിയതാണ്. അപ്പൊ അത് പറയുമ്പോൾ അത് പറയുന്നയാൾ ഏത് നുണയും പറയും, അറിയാത്തതുകൊണ്ടല്ലോ. അപ്പോൾ നുണയുടെ കാര്യത്തിൽ ഒരു യൂണിവേഴ്സിറ്റി തന്നെ സ്ഥാപിച്ച് പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് 250 എന്ന് പറയുന്ന ഒരു നുണയാണ്. നാം ഇങ്ങനെ പറയണം, എന്തുകൊണ്ട് ആ നുണ പറയേണ്ടി വരുന്നു? ഇതല്ലേ ആലോചിക്കേണ്ടത്. അവർ 200 മുതൽ 300 വരെ, അത് വൈറലായി 500 വരെ ഉണ്ടായി ആ രാത്രി. അത് കഴിഞ്ഞ് വീണ്ടും 300-ൽ വന്ന് സ്റ്റാൻഡ് സ്റ്റില്ലായി നിൽക്കുമ്പോഴാണ് അമിത്ഷാ ഔദാര്യപൂർവ്വം 50 കുറച്ച് 250 പറഞ്ഞത്. നോക്കൂ, എയർ ചീഫ് മാർഷൽ പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങനെ എണ്ണാറൊന്നുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടുന്ന് 1 ഡസൻ വിമാനങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടു, ലോകം അംഗീകരിക്കുന്നു. അവിടെ ചെന്ന് ബോംബ് ചെയ്തു, ലോകം അംഗീകരിക്കുന്നു. 2 വിമാനമെങ്കിലും ബോംബ് ചെയ്തിട്ടുണ്ട്, അംഗീകരിക്കുന്നു. അമേരിക്കൻ പത്രങ്ങൾ, വിശ്വാസയോഗ്യമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അമേരിക്കയിലെ പ്രമുഖ പത്രങ്ങൾ പറയുന്നു യാതൊരു തെളിവുമില്ല ആളുകൾ മരിച്ചു എന്നതിന്, ക്യാമ്പുകൾ തകർന്നു എന്നതിന്. അതുമാത്രമല്ല, ഇന്റർനാഷണൽ ഏജൻസികൾ പറയുന്നു. അങ്ങനെ വരുമ്പം പാകിസ്ഥാന് വേണ്ടിയാണോ അമേരിക്ക അത് പറഞ്ഞത്? അത് പറയണ്ടേ ഇവര്? അങ്ങനെ ലോകം അത് അംഗീകരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം ഈ നുണയന്മാരുടെ ഭരണക്രമത്തെ പുറകോട്ടടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നുണയനെ വെച്ചൊരു പുതിയ നുണ അവതരിപ്പിക്കുന്നു എന്നതിൽ കവിഞ്ഞ് യാതൊരു യാഥാർത്ഥ്യവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റെയിൽവേ കോച്ചിന്റെ കാര്യത്തിൽ പറഞ്ഞ നുണ, പാലക്കാട് പറഞ്ഞ നുണ, മറ്റൊരു നുണ അയാൾ അഹമ്മദാബാദിൽ പറഞ്ഞു. അതിനപ്പുറം എന്ത് വിലയാണ് അതിന് കൊടുക്കേണ്ടത്? കാരണം ഇരിക്കേണ്ട ഇടത്ത് ഒരാൾ ഇരുന്നില്ലെങ്കിൽ അവിടെ ആരിയ്ക്കുമെന്ന് നിങ്ങൾക്കറിയാലോ.
അതുകൊണ്ട് ഓരോരുത്തരും ഇരിക്കുന്ന കസേരയുടെ ഭംഗി അനുസരിച്ച് സംസാരിക്കാവൂ. മോദി പറയേണ്ടത്, അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ പറയേണ്ടത് ഇയാൾ പറഞ്ഞുകൂടാ. ആ മര്യാദ പോലും ഇല്ലാതെ സംസാരിക്കുന്നത് നിവർത്തികേട് കൊണ്ടാണ്, യുദ്ധം കൊണ്ടും. താങ്കൾ പറഞ്ഞത് മാതിരി രാജശേഖരൻ പറയുന്നതിന് മുമ്പ് അത് നമ്മുടെ മനുസ്മൃതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അന്തിമ വിധിയിൽ യുദ്ധം വേണ്ടിവരും, രാജാവ് ദുർബലപ്പെടുമ്പോൾ യുദ്ധം വേണ്ടിവരും. അപ്പൊ അതുകൊണ്ട് നമുക്കത് ലളിതമായി എടുക്കാം. ആ നിലവാരത്തിൽ യുദ്ധവും സഹായിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം. ഇന്ത്യൻ ജനാധിപത്യം ബൃഹത് ജനാധിപത്യമാണ്. രണ്ടാളുകൾ ചേർന്നാൽ തകർക്കാവുന്ന ജനാധിപത്യമല്ലത്. അതുകൊണ്ട് തന്നെ യുദ്ധം കൊണ്ടും രക്ഷപ്പെടാൻ ഇടയില്ലാത്തപ്പോൾ ഇനി ഒരു അക്കമെങ്കിലും പറഞ്ഞ് നോക്കൂ. ആ സമ്മേളനം എന്തിനായിരുന്നു അറിയാമോ? മരിച്ചുപോയ 44 ജവാന്മാരുടെ സഹായത്തിന് പണം സ്വരൂപിക്കുന്ന ഒരു ട്രസ്റ്റിന്റെ യോഗമായിരുന്നു. പണപ്പിരിവാണ്. പണം ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്താൽ എങ്ങനെയിരിക്കും നമുക്കറിയാലോ. അപ്പൊ ആ അർത്ഥത്തിൽ വെച്ചടിക്കുകയാണ്. ഇത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു വില ഈ കാര്യത്തിൽ ഞാൻ കൊടുക്കുന്നില്ല. അതിനപ്പുറം ഇല്ല വില. ഒരു അക്കം പറഞ്ഞു, ശരി, ഇതല്ല. കാര്യം ഡിഫൻസിന്റെ ആൾ പറഞ്ഞല്ലോ, പറയാനില്ല, ഞങ്ങൾ എണ്ണുന്നവരല്ല. ശരിയാണ്, മേളിൽ നിന്ന് എങ്ങനെ എണ്ണാൻ പറ്റും? അപ്പൊ ആ അർത്ഥത്തിൽ മരണത്തിന്റെ ഉറച്ച ഘടകം, തെളിവ് ശവശരീരങ്ങളാണ്. അത് ഇല്ലാത്തിടത്തോളം കാലം ഒറ്റയാളുടെ കിട്ടിയിട്ടില്ല. പിന്നീട് ഇവർ പറഞ്ഞു ഈ 200 ഫോൺ അല്ലെ, 200 ഫോണുകൾ പ്രവർത്തനക്ഷമം, 300 ഫോൺ, ഒന്ന് അങ്ങോട്ടുമില്ല ഒന്ന് ഇങ്ങോട്ടുമില്ല, എല്ലാം റൗണ്ട് ഫിഗറാണ്. അപ്പം ആ അർത്ഥത്തിൽ ഒക്കെയുള്ള കൊച്ചു ന്യായങ്ങൾ പറയുമ്പോൾ നടന്നിട്ടില്ല സാറേ. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ ബാബു, അങ്ങനെ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്, അതിൽ സേന ജയിച്ചിട്ടുണ്ട്, അതിൽ ഭീകരരെ വധിക്കാനായിട്ടുണ്ട്. എങ്കിൽ പോലും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഈ പ്രചരണ രീതി ശരിയാണോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയാണല്ലോ ഈ പ്രചരണം കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചില്ലേ, ഞാൻ പറയട്ടെ, 21 പാർട്ടികൾ ചേർന്ന്, പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് പിന്തുണ കൊടുക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി എവിടെയായിരുന്നു? അദ്ദേഹം ജയ്പൂരിൽ നിന്ന് ഈ പറയുന്ന രാജ്യം എന്റെ കൈകളിൽ സുരക്ഷിതമാണ് എന്ന് പറയുകയായിരുന്നല്ലോ ചെയ്തത്. ആ സമയത്ത് രാജ്യം കൈകളിൽ സുരക്ഷിതമാണ് എന്റെ എന്ന് പറഞ്ഞില്ല, മറിച്ച് കൈപൊക്കി തൊഴുതു. ഈ നാടകങ്ങൾ, ഈ അഭിനയങ്ങൾ എത്ര നാൾ ജനങ്ങൾ വിശ്വസിക്കും? ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. അതാണ് ഞാൻ പറഞ്ഞത്. പഴയ നുണകൾ കൊണ്ട് നിലനിൽക്കാൻ കഴിയാത്തപ്പോൾ BJP പുതിയ നുണകളിൽ അഭയം തേടുന്നു. അതിനപ്പുറം ഇതിന് വേണ്ട. ശ്രീ എം ജയചന്ദ്രൻ പറയൂ. അതായത് നിരന്തരം ഇത്തരത്തിൽ സർക്കാരോ സേനയോ സ്ഥിരീകരിക്കാത്ത നുണകൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞാൽ അതൊക്കെ ഈ രാജ്യത്തിന് മോശമായി വരും. കാരണം മറ്റു മാധ്യമങ്ങളും ഇന്ത്യക്ക് പുറത്തുള്ളവരും ഒക്കെ ഇത് പ്രചരണത്തിനെടുത്താൽ അമിത്ഷാ പറയുന്ന ഇത്തരം വാചകങ്ങൾ സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാതെ പറഞ്ഞാൽ അത് രാജ്യത്തിനെ നാണം കെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണമായി ആൾക്കാർ കാണുന്നത്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ രീതിയിൽ പറയുന്നതിലെ വലിയ അധാർമികതയുണ്ട്. 2, താങ്കളോട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് OIC സമ്മേളനമാണ്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിന്റെ സമ്മേളനത്തിൽ ഇന്ത്യയെ ക്ഷണിച്ചു എന്നതാണ്. അതൊരു വലിയ നയതന്ത്ര വിജയമായി പ്രചരിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ എത്തിയത് എന്താണ്? ഇന്ത്യ കാശ്മീരിനെ ദ്രോഹിക്കുന്നു, ഇന്ത്യയുടെ അധീനതയിൽ കാശ്മീരിനെ വെച്ചിരിക്കുന്നു, ഇന്ത്യ ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന രീതിയിൽ അവർ പ്രമേയം പാസാക്കി അതിനെ എതിർക്കേണ്ടി വന്നു. അവിടെയും ഇന്ത്യയെ നാണം കെടുത്തി ലോകത്തിന്റെ മുമ്പിൽ. ഇവർ ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടുന്നുവോ അതൊക്കെ നുണയായും നാണക്കേടായും രാജ്യത്തിന് പുറത്ത് പ്രചരിക്കുന്നു. അതാണ് ഏറ്റവും ഒടുവിൽ കാണുന്നത്. ഒപ്പം രാഷ്ട്രീയ നേട്ടത്തിനായി ഈ സേനയുടെ പ്രവൃത്തിയെ കാണുകയും ചെയ്യുന്നു. അതല്ലേ നാം ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കേണ്ടത്? അജിം സാദ്, ഇപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രഞ്ജിത്ത് ചന്ദ്രൻ തുടക്കത്തിൽ അജിം സാദിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞല്ലോ. അതിങ്ങനെയാണ് പറഞ്ഞത്, ഈ 250 പേരെ കുറിച്ച് അമിത്ഷാ പറഞ്ഞ കാര്യം, 250 പേര് വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ കാര്യം വിശ്വസിക്കാത്ത ആരൊക്കെയാണെങ്കിലും അവരെല്ലാവരും പാകിസ്ഥാനെ സഹായിക്കുന്നവരാണ്. ഇതാണ് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അമിത്ഷായ്ക്കും BJP കേന്ദ്ര നേതൃത്വത്തിനും RS നേതൃത്വത്തിനും ഒക്കെ മനസ്സിലായ ഒരു യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അതായത് സംഭവിച്ചത് എന്താണ് എന്ന് ബാലാക്കോട്ടിലെ പ്രിയംറ്റീവ് ആണല്ലോ വിഷയം. ഈ ബാലാക്കോട്ടിലെ പ്രിയംറ്റീവ് അതിനെ വിമർശിക്കുന്നവരെയും അതിന്റെ പേരിൽ സംശയം ഉന്നയിക്കുന്നവരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുക, അവരെല്ലാം രാജ്യദ്രോഹികളെന്ന് മുദ്ര ചാർത്തുക, ഇങ്ങനെ അധികകാലം രാജ്യസ്നേഹം വിറ്റഴിക്കാനാവില്ല
എന്ന് അമിത്ഷായും കൂട്ടരും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ 250 ഇപ്പോൾ വരുന്നത്. ഇങ്ങനെ ഒരുപാട് കാലം ഈ രാജ്യസ്നേഹം വിറ്റഴിക്കാൻ കഴിയുന്നില്ല എന്നവർക്ക് മനസ്സിലായി. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാല് ഈ ഇന്ത്യയിലെ അത്യഗാധമായ അതിരൂക്ഷമായ പ്രതിസന്ധിയായി മാറിയിരിക്കുന്ന കാർഷിക പ്രതിസന്ധി, അതിരൂക്ഷമായ തൊഴിലില്ലായ്മ, ജാതി വിവേചനം, ചെറുകിട വ്യവസായ മേഖലയിലെ GSTയുടെ പീഡാദുരിതങ്ങൾ, റഫാൽ ഉൾപ്പെടെയുള്ള അഴിമതികൾ തുടങ്ങിയവയെല്ലാം ഒറ്റയടിക്ക് നമ്മൾ മറക്കണം. ഇതെല്ലാം മറന്നിട്ട് ദേശസ്നേഹം എന്ന ഒരൊറ്റ പേരിൽ ആ രാജ്യം ഒന്നാകെ ആ ഒരൊറ്റ പേരിൽ മാത്രം മോദിയെയും BJPയെയും വീണ്ടും വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. ഇത് മാത്രമാണ് ഇവരുടെ ഇപ്പോഴത്തെ അടിയന്തര ആവശ്യം. ഈ അടിയന്തര ആവശ്യമാണ് ഇങ്ങനെയൊക്കെ 250 നേരത്തെ 300 ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു ഏജൻസി വാർത്ത വരുന്നുണ്ടല്ലോ, ANI 300 ഫോണുകൾ കണ്ടുകിട്ടി. അതുകൊണ്ട് 300 വ്യാഖ്യാനം വെച്ച് നാളെ വ്യാഖ്യാനിക്കാം. ഈ വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ പേരിലാണ്. രാജ്യസ്നേഹം മാത്രമേ ഇനി തുളമ്പാവൂ. രാജ്യത്ത് മറ്റൊരു വിഷയവുമില്ല, ആ വിഷയം ചർച്ച ചെയ്യാനും പാടില്ല. അപ്പൊ ഇത് പറയുമ്പോ മറ്റൊരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഈ സംഭവം, പുൽവാമ സംഭവം ഇന്റലിജൻസിന്റെ വീഴ്ചയാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാക്കളല്ല, മാധ്യമങ്ങളല്ല, മറ്റ് ഏതെങ്കിലും ആൾക്കാരല്ല. ഇത് പറഞ്ഞത് ജമ്മു കാശ്മീർ ഭരിക്കുന്ന, സമ്പൂർണ്ണ അധികാരത്തോടെ ഭരിക്കുന്ന അവിടുത്തെ ഗവർണർ സത്യപാൽ മാലിക്കാണ് പറഞ്ഞത്. ഇന്റലിജൻസ് പരാജയമാണ് പുൽവാമ ഭീകരാക്രമണത്തിൽ ഉണ്ടായത് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് പറഞ്ഞത്. അദ്ദേഹം ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടുള്ള പ്രതിനിധിയാണ് സത്യപാൽ മാലിക്, ജമ്മു കാശ്മീർ ഗവർണർ. അദ്ദേഹമാണ് അത് പറഞ്ഞത്. പിന്നെ മറ്റൊന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഈ പഴയ സോവിയറ്റ് യൂണിയനെതിരായിട്ട് അമേരിക്ക രൂപപ്പെടുത്തി കൊണ്ടുവന്ന സാധനമാണല്ലോ താലിബാൻ. ഈ സെപ്റ്റംബർ 11 ഈ 2001 സെപ്റ്റംബർ 11 ആക്രമണത്തോടെ എന്താണ് താലിബാൻ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. തുടർന്ന് 2002 മുതൽ എന്താണ് ചെയ്തത്? അമേരിക്ക അഫ്ഗാനിലേക്ക് കടന്നു കയറി, സൈന്യം ഉൾപ്പെടെ. ഈ 17 വർഷമായിട്ട് അഫ്ഗാനിലാണ്. ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഫെബ്രുവരി മാസം അവസാനത്തെ ദിവസം ഖത്തറിലെ ദോഹയിൽ ചർച്ച നടന്നു. ആരാണ് ചർച്ച നടത്തിയത്? അഫ്ഗാൻ പ്രസിഡന്റിനെ മാറ്റി നിർത്തി. അഫ്ഗാനിലെ പ്രതിപക്ഷ നേതാക്കള്, താലിബാന്റെ പ്രതിനിധികള് അവർ ചർച്ച ചെയ്തത് ഈ ദോഹയിൽ വന്ന US പ്രതിനിധി സംഘത്തിനോടാണ്. ചർച്ചയിൽ എടുത്തിരിക്കുന്ന തീരുമാനം എന്തായിരുന്നു? വരുന്ന 3 മുതൽ 5 വരെ വർഷത്തിനകം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ള 14,000 US ഭടന്മാരെ പരിപൂർണമായിട്ട് പിൻവലിക്കും. യൂറോപ്യൻ യൂണിയന്റെയും ഓസ്ട്രേലിയയുടെയും കുറെ സേന വേറെയും ഉണ്ട്. അവരെ ഈ പറയുന്ന കാലയളവിൽ പിൻവലിക്കും. നോക്കണം, ശ്രദ്ധിക്കേണ്ട കാര്യം, 17 കൊല്ലമായിട്ട് അമേരിക്ക ലോക പോലീസാണ്, കിടക്കുകയാണ് അഫ്ഗാനിൽ പിന്മാറാൻ മാർഗമില്ലാതെ. ഇത്രയും കാലമായി ഇതുപോലെ തന്നെയാണ് കശ്മീർ പ്രശ്നത്തിലും ഇന്ത്യൻ ഭരണാധികാരികൾ, നരേന്ദ്രമോദി മാത്രമല്ല കാര്യത്തിൽ കുറ്റക്കാരെന്ന് പറയാൻ കഴിയുന്നത്. 1947 മുതൽ ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യ ഭരണാധികാരികൾ, ഇന്ത്യ മാറി മാറി വെച്ച എല്ലാ സർക്കാരുകളും കാശ്മീർ പ്രശ്നത്തിന് അന്താരാഷ്ട്ര മധ്യസ്ഥത വെച്ചുള്ള പരിഹാരം വേണം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, 300 ഫോണുകൾ കണ്ടെത്തിയെന്ന് ഏറ്റവും ഒടുവിലത്തെ വിവരമെത്തുന്നു. അതിന്റെ അർത്ഥം 300 പേർ മരിച്ചിട്ടുണ്ടാകും എന്നതാകാം. അതെങ്ങനെ 250 ആക്കി അമിത്ഷാ? 2, ഇതിനാരാണ് അമിത്ഷയ്ക്ക് അധികാരം നൽകിയത്? അതായത് കേന്ദ്രവും ഉത്തരവാദിത്തപ്പെട്ട ഏജൻസിയും പറയുന്ന കണക്കുകൾ ഒന്ന്, 250 പേരെന്ന് അമിത്ഷാ പറയുന്നു. ഏതാണ് നാം വിശ്വസിക്കേണ്ടത്? അല്ല, അതിനകത്ത് അമിത്ഷാ പറയുന്നത് വിശ്വസിക്കേണ്ട കാര്യമേ ഇല്ല. കാര്യം അദ്ദേഹം അത് പറയാൻ ഹീസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു സേ ഇറ്റ്. കാരണം അദ്ദേഹം അല്ലല്ലോ സൈനിക മേധാവി, അദ്ദേഹം അല്ലല്ലോ ഭരണാധികാരി. ഈ 2 കാരണങ്ങളാൽ അദ്ദേഹം എന്തു പറഞ്ഞാലും വിശ്വസിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ എന്തുകൊണ്ട് അമിത്ഷാ അത് പറയുന്നു? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഒരു പണപ്പിരിവിൻ്റെ കാര്യവുമായി ബന്ധിപ്പിച്ചാണ് ആ യോഗം നടന്നത്. അത് പോകട്ടെ. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. അങ്ങനെ പറയുമ്പോഴാണ് അത് തന്നെ പറയുന്നതെങ്കിൽ അതിനൊരു കാരണമുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊന്നും ഏറ്റിട്ടില്ല. അതുകൊണ്ട് ആതന്റിസിറ്റിയോടൊന്ന് പറയണം. കാരണം എന്താണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്? എത്ര ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയൂ എന്നാണല്ലോ പ്രധാനമന്ത്രിയോടും ഡിഫൻസ് മിനിസ്റ്ററോടും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്, ലോകം ആവശ്യപ്പെടുന്നത്. കാരണം അവിടെ വിമാനങ്ങൾ പോയിട്ടുണ്ട്, ബോംബിട്ടിട്ടുണ്ട്, ആൾനാശം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ക്യാമ്പുകൾ തുറക്കാൻ കഴിഞ്ഞില്ല എന്നായി പറയുന്നതിന്റെ അർത്ഥം. അത്തരം ഒരു സാഹചര്യം വരുമ്പം അതുകൊണ്ടാണല്ലോ ലോകം ചോദിക്കുന്നത് എന്താണ്, എത്ര പേർ കൊന്നു, അല്ലെങ്കിൽ അതിന്റെ തെളിവ്. ആ തെളിവ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തപ്പം ഗതികേടിന് ഒരു നമ്പർ പറയുന്നു ഈ കവിഞ്ഞ് ഞാൻ എന്തെങ്കിലും ഒരു അടിസ്ഥാനം അതിന് കാണുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ നിന്ന് ശ്രീ രഞ്ജിത്ത് ചന്ദ്രൻ പറഞ്ഞല്ലോ മോദിയുടെ, അത് അമിത്ഷായും പ്രസംഗിച്ചു, മോദിയുടെ കഴിവ് കൊണ്ടാണ് അഭിനന്ദൻ തിരിച്ചു വന്നത്. ഇല്ലെങ്കിൽ അഭിനന്ദൻ ഇപ്പോഴും അവിടെ ആയി പോയനെ എന്നൊക്കെ തോന്നും പറച്ചിൽ കേട്ടാൽ. കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ മോദി
ഇന്ത്യയിൽ അധികാരത്തിലില്ലല്ലോ. കാർഗിൽ യുദ്ധം നടന്നപ്പം ഒരു വിംഗ് കമാൻഡർ നജികേതസ് 6ാമത്തെ ദിവസം തിരിച്ചു വന്നു. അന്ന് എങ്ങനെയായിരുന്നു? ആര് പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്? മോദി അവിടെ ഇരുന്ന് പറഞ്ഞോ? മുഖ്യമന്ത്രിയായിരുന്ന സ്ഥാനത്ത് ഇരുന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ? ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് എന്തെങ്കിലും അന്തസ് വേണ്ടേ? ഇതിനു മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിട്ടോ എന്ന് അറിയണ്ടേ? അറിവില്ലാത്ത ജനതയോട് ഇതൊക്കെ പറഞ്ഞു നിൽക്കാം. ഇത്തരം കാര്യങ്ങൾ വെറുതെ ഗൂഗിളിൽ ഒന്ന് പരിശോധിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങൾ പോലും പരിഹരിക്കപ്പെടുന്നില്ല ഇത്തരം വാദമുഖങ്ങൾ കൊണ്ട്. നജികേസ് വരുന്നതൊക്കെ ഇന്റർനാഷണൽ നിയമങ്ങൾ മാത്രമാണ്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാൻ ഓരോ ഗവൺമെന്റുകളും ബാധ്യസ്ഥമാണ്. അതല്ലാതെ അതിനപ്പുറം എന്താണ്? അത് ആ പാർലമെന്റിൽ പറഞ്ഞതാണല്ലോ. അതാണ് രഞ്ജിത് ചന്ദ്രൻ. അതായത് 250 പേരെന്ന് BJPയുടെ അധ്യക്ഷൻ പറയുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് 300 പേരുണ്ടാകാറ് 300 മൊബൈൽ ഫോൺ ഉണ്ട് എന്നതിന്റെ അർത്ഥത്തിൽ. മറ്റ് സർക്കാർ ഏജൻസികളും ഔദ്യോഗികമായി ഒന്നും പറയുന്നില്ല ഇതേ സംബന്ധിച്ച്. അലുവാലിയാണെങ്കിൽ പറഞ്ഞത്, കേന്ദ്രമന്ത്രി അലുവാലിയെ പറഞ്ഞത്, ഞങ്ങൾ ആരെയും കൊല്ലാനല്ല, മറിച്ച് ഭീകരവിരുദ്ധമായി അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താനും നമ്മുടെ ശക്തിയെ ബോധ്യപ്പെടുത്താനും ഒന്ന് അടിച്ചതാണ് എന്ന്. ഇതിൽ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? സർക്കാർ ഏജൻസികൾ പറയുന്നതാണോ അതോ അമിത്ഷാ പറയുന്നതാണോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ സുരേന്ദ്ര ബാബു, താങ്കൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മുൻ മാധ്യമ പ്രവർത്തകനായിട്ടാണ് ഞാനടക്കമുള്ള സാധാരണക്കാർ വിശ്വസിക്കുന്നത്. പക്ഷെ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ വ്യോമസേനയെ ഇത്രയധികം പരിഹസിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് തീർത്തും ഏറ്റവും അപലപനീയമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ പറഞ്ഞോട്ടെ. പിന്നെ മറ്റൊന്ന്, ഈ ശ്രീ BRM ഷഫീർ, നരേന്ദ്രമോദിജിക്ക് യാതൊരു വിധമായിട്ടുള്ള ഭയവുമില്ല തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. ഇന്നേ വരെ 1947 തൊട്ട് ഇന്നേ വരെയുള്ള സർക്കാരുകളിൽ ഇത്രയധികം ഒരു അഴിമതിയുടെ കറ പോലും പിറളാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിച്ചിട്ടില്ല. റഫേൽ ഒരൊറ്റ അഴിമതിയുടെ കറ പോലും പിറളാത്ത ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദിജി. നിങ്ങളുടെ 10 കൊല്ലക്കാലം, UPയുടെ 10 കൊല്ലക്കാലം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തുമാത്രം അഴിമതിയുടെ ഏറ്റവും വലിയ കൊടുമുടിയിലല്ലേ നിങ്ങൾ ആ 10 കൊല്ലക്കാലം ഈ രാജ്യത്തെ നയിച്ചത്? എന്നിട്ട് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് സേനയുടെ പ്രവർത്തിയെ മാത്രം ഉപയോഗിക്കേണ്ടി വരുന്നത്? നാട്ടിലെ ജനങ്ങൾക്കറിയാം അഴിമതിയുടെ ഒരു കറപറ പോലും സർക്കാരാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരു യുദ്ധത്തിന്റെ ആവശ്യം ഈ സർക്കാരിനില്ല. രഞ്ജിത്ത്, എന്റെ ചോദ്യം അതല്ല. അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞ തെറ്റാണ്. റഫേലുണ്ട്, അമിത്ഷായുടെ മകൻ അനിയന്ത്രിതമായി സമ്പാദിച്ച ഇതുണ്ട്, അതടക്കം ഒരുപാട് കാര്യങ്ങൾ. ഈ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ 10 വർഷം, കഴിഞ്ഞ 10 വർഷം 2004 മുതൽ 2014 വരെ ആ റാഫേൽ വിമാനങ്ങളുടെ മുകളിൽ, ആ കരാറിന് മുകളിൽ ഈ പണം കിട്ടാത്തത് കൊണ്ട്, അവിടുന്ന് അഴിമതി പണം കിട്ടാത്തത് കൊണ്ട് AK ആന്റണി ആ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ കരാറിൽ അടയിരുന്നത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ പാകിസ്ഥാനിൽ വിമാനങ്ങൾ നമുക്കിവിടെ കിട്ടുമായിരുന്നു. MiG-21 എന്ന് പറയുന്ന വിമാനം ഉണ്ടാകേണ്ട സാധ്യതയില്ലായിരുന്നു. MiG-21 ആയതുകൊണ്ട് മാത്രമാണ് അഭിനന്ദൻ വർത്തമാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സൈനികൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിംഗ് കമാൻഡർ അവിടെ എത്തിപ്പോയത്. ഇവിടെ റാഫേൽ ആയിരുന്നു അതിന് പകരം പ്രയോഗിച്ചിരുന്നെങ്കിൽ 4ാം ജനറേഷൻ F-19 ഈ റാഫേൽ മുന്നേറുമ്പോൾ അല്ലെങ്കിൽ പ്രതിയോഗിയായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ആ F-19 നിഷ്പ്രയാസം ആ അഭിനന്ദൻ വർത്തമാന് ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു. ആ MiG-21 മുന്നോട്ട് പോയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ പാകിസ്ഥാന് കൈവശം അദ്ദേഹം എത്തിപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ രഞ്ജിത്തിനോട് വളരെ ഗുരുതരമായ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് ഈ ആക്രമണത്തിൽ ഇന്ത്യ വിജയിച്ചു എന്ന വാദം തെറ്റുകയല്ലേ? റഫേൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വീഴ്ച പറ്റിയെന്ന് നരേന്ദ്രമോദിയും രഞ്ജിത് ചന്ദ്രനും BJP അംഗീകരിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിലുള്ള യുദ്ധ ഉപകരണങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടെ മെച്ചമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ആ വാദത്തിന് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും? സി രഞ്ജിത് ചന്ദ്രൻ, നിങ്ങൾ പറയുന്നത് ഇപ്പോൾ പെർഫോം ചെയ്ത രീതി ആക്യുറേറ്റ് കുറവാണ്, അല്ലെങ്കിൽ കൃത്യത കുറവുള്ള ഒരു ആക്രമണമാണ് നടത്തിയത്, അതിന്റെ ആക്യുറസിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അസംതൃപ്തി ഉണ്ട് എന്നതാണ്.
അപ്പോൾ ഇപ്പോൾ നടത്തിയ ആക്രമണം റഫേൽ ഇല്ലാത്തത് കൊണ്ട് കൃത്യമായില്ല എന്നതാണ് നിങ്ങളുടെ വാദം. അല്ല ജിംഷാദ്, ഇവിടെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇവിടെ F-19 എന്ന് പറയുന്ന അമേരിക്ക കൊടുത്ത വിമാനവുമായിട്ട് നമ്മുടെ അഭിനന്ദ വർത്തമാൻ എന്ന് പറയുന്ന സിംഗക്കുട്ടി വർത്തമാന്റെ മകൻ അദ്ദേഹത്തിന് പോരാടേണ്ടി വന്നത് MiG-21 ഇവിടെ ഏറ്റവും കൂടുതൽ കാലം റഫേലിന്റെ പുറത്ത് അടയിരുന്നില്ല. ഇവിടെ റഫേൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ അഭിനന്ദ വർത്തമാന് കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് അസംതൃപ്തമായ ഒരു പോരാട്ടമാണ് ഇന്ത്യ BJP ഭരിക്കുന്ന നാട്ടിൽ ഈ BJP ഭരിക്കുന്ന ഈ സമയത്ത് അസംതൃപ്തമായ ഒരു പോരാട്ടമാണ് പാകിസ്ഥാനോട് നടത്തിയത് എന്ന് BJP സമ്മതിക്കുകയാണ്. ഒരിക്കലുമില്ല. MiG-21 എന്ന് പറയുന്ന ആ വിമാനവുമായിട്ട് മൂന്നാം നിര വിമാനവുമായിട്ട് പോലും അഭിനന്ദ വർത്തമാൻ എന്ന് പറയുന്ന നമ്മുടെ പോരാളി F-19 എന്ന് പറയുന്ന നാലാം നിര ഏറ്റവും വലിയ അംഗീകാരമാണ്. അതൊരു സംശയമില്ല. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു ഇന്ത്യയുടെ വീഴ്ച സമ്മതിക്കുന്നു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് വേദികളിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്റെ വായിൽ തിരികെ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് റാഫേൽ ഇടപാടിൽ അല്ലെങ്കിൽ റാഫേലിന് അഴിമതി കിട്ടാത്തതിനാൽ റാഫേലിന്റെ പുറത്ത് അടയിരുന്ന കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. എങ്കിൽ നമുക്ക് തെരഞ്ഞെടുപ്പിന് അഴിമതിരഹിതമായ ഒട്ടനവധി കാര്യം ഉണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് ഈ സേനയുടെ പ്രസ്താവന മാത്രം പറയുന്നത്? സേനയുടെ ഈ ആക്രമണത്തെ മാത്രം നിങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉപയോഗിക്കുന്നത്? അല്ല, ഒരിക്കലുമില്ല. ഞങ്ങൾ ഒരിക്കലും ഈ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആരാണ് ഇവിടത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനാണ് ആദ്യമായിട്ട് ഈ വിഷയം പൊതുവേദിയിൽ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഉന്നയിച്ചത്. ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടിയേരി ചർച്ചയാണ്. രഞ്ജിത് ചന്ദ്രൻ, അതിനകത്ത് നിർണായകമായി നിങ്ങൾ ഒരാത്മാർത്ഥതയുമില്ലാതെ താങ്കൾ പറയുന്നു റഫേൽ ഉണ്ടായിരുന്നെങ്കിൽ മികച്ച പോരാട്ടം നടത്താമായിരുന്നു എന്ന്. അതിന്റെ അർത്ഥം ഇപ്പോഴുണ്ടായിരുന്നത് മികച്ച പോരാട്ടമല്ല എന്ന്. അത് ഇന്ത്യക്ക് അപമാനമുണ്ടാക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് വേദികളിൽ പോയി പറയുന്നു, എന്നിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് വേദികളിൽ പോയി പറയുന്നു, എന്നിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ അഭിനന്ദ വർത്തമാൻ എന്ന് പറയുന്ന നമ്മുടെ ആ ധീര സൈനികൻ ചിലപ്പോൾ പാകിസ്ഥാനിൽ വളരെ കൂടുതൽ ദൂരം ആ റാഫേൽ യുദ്ധവിമാനങ്ങൾ മിസൈൽ തൊടുക്കാമായിരുന്നു എന്നുള്ള കാര്യം വസ്തുതയാണ്. റാഫേൽ യുദ്ധവിമാനങ്ങളുടെ കഴിവിനെ കുറിച്ച് അറിയാവുന്ന ഏതൊരു സാധാരണക്കാരനും അല്ലെങ്കിൽ അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അത് അവിടെ നിൽക്കട്ടെ, അതിന് കോൺഗ്രസ് മറുപടി പറയട്ടെ. കാരണം നേരത്തെ രാഹുൽ ഗാന്ധി അത് പറഞ്ഞു, മോദി മാത്രമാണ് വൈകിപ്പിച്ചത് റാഫേൽ യുദ്ധവിമാനങ്ങൾ. അത് പോട്ടെ, അതവിടെ നിൽക്കട്ടെ. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഭരണ നേട്ടങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം അമിത്ഷാ ആകട്ടെ, യെദ്യൂരപ്പ ആകട്ടെ, മനോജ് തിവാരി ആകട്ടെ, നരേന്ദ്രമോദി ആകട്ടെ, എല്ലാ പേരും ഈ സേനയുടെ ആക്രമണത്തെയാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് രൂപമായി എല്ലായിടത്തും എടുത്തു കാണിക്കുന്നത്. അതാണല്ലോ ഏറ്റവും ഒടുവിലത്തെ 250 എന്ന ഭീകര വധിച്ച ഫിഗർ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നതല്ല, ബീഹാറിൽ ഒരു രാഷ്ട്രീയ റാലി നടത്തി. കെജ്രിവാൾ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒഴിവാക്കി ഈ സാഹചര്യത്തിൽ. പക്ഷേ നിങ്ങളാകട്ടെ BJP ആകട്ടെ എല്ലായിടത്തും ഇത് പറഞ്ഞ് പ്രചരണം നടത്തുകയാണ് ചെയ്തത്. അതിൻ്റെ ഏറ്റവും ഗൗരവമായൊരു വശം ശ്രീ ഭാസുരേന്ദ്ര ബാബു കൂടി കേൾക്കാൻ, അതായത് ബീഹാറിലെ രാഷ്ട്രീയ റാലിയിൽ പങ്കെടുക്കാനായി ഇവർ പോയി, ഈ മോദിയും മറ്റുള്ളവരുമെല്ലാം. അപ്പോൾ പിന്റുകുമാർ എന്ന ഒരു ജവാൻ, പുൽവാമയിൽ മരണപ്പെട്ട ജവാന്റെ ബോഡി സ്വീകരിക്കാൻ കേന്ദ്രമന്ത്രിമാരാരും പോകാതെ ബീഹാറിൽ അത് വലിയ വാർത്തയായി അനാഥമായി കിടക്കുകയായിരുന്നു. അത് വലിയ വാർത്തയായി. അതിനുശേഷം ഈ റാലിക്ക് ശേഷം ഈ നിതീഷ് കുമാർ അടക്കം നരേന്ദ്രമോദിയെ ആനയിച്ച് ഇതേ എയർപോർട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ പട്ടാളക്കാരൻ, ഇന്ത്യക്ക് വേണ്ടി മരിച്ചു വീണ വീരമൃത്യുവായ ജവാന്റെ ശവശരീരത്തെ ഏറ്റുവാങ്ങാനുള്ള ബഹുമാനമോ സമയമോ പോലും BJPക്കില്ല. അത് രാഷ്ട്രീയ പ്രചരണമാക്കാനായി രാജ്യത്താകമാനം ഓടി നടക്കുകയാണ്. നിങ്ങൾ കെജ്രിവാളിനെ മാതൃകയാക്കണം, നരേന്ദ്രമോദിയും BJPയും. അല്ലേ രഞ്ജിത്ത്? അല്ലേ അജിംഷാദേ? ഈ ആക്രമണങ്ങളൊക്കെ നടന്നപ്പോൾ നിങ്ങളാണോ ഈ രാജ്യത്തെ യാത്രകൾ 2 സ്ഥലത്ത് നടക്കുമായിരുന്നല്ലോ?
ശ്രീ കാനം രാജേന്ദ്രനും നടത്തുന്ന ജാഥ, ബാലകൃഷ്ണൻ നടത്തുന്ന ജാഥ, ആ ജാഥകൾ നിങ്ങൾ നിർത്തിവെച്ചോ? അത് കേരളത്തിലല്ലേ? കേരളത്തിലെ ആ ജാഥ ഇവിടെ നിർത്തിവെച്ചോ? ജനമഹായാത്ര നിർത്തിവെച്ചോ? പുൽവാമയിൽ ആക്രമണം ഉണ്ടായപ്പോൾ ജനമഹായാത്ര കേരളത്തിലല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ ബാലകൃഷ്ണനും കൈകാര്യം ചെയ്യേണ്ട ആളാണ് നിർത്തിവെച്ചില്ലല്ലോ. തൊട്ടു പിറ്റേ ദിവസം രാഹുൽ ഗാന്ധി ഇവിടെ പങ്കെടുത്തല്ലോ. യോഗത്തിൽ ഇവിടെ പങ്കെടുത്തല്ലോ. നിങ്ങൾ എന്താ പറയുന്നത്? ശ്രീ രഞ്ജിത്ത്, മോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കും. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജോലികൾ ചെയ്യും. അദ്ദേഹത്തിന് അഡ്രസ് ചെയ്യേണ്ടവരെ അഡ്രസ്സും ചെയ്യും. പ്രവർത്തിക്കും. അതുപോലെ തന്നെ സൈന്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കും. തിരിച്ചടി എല്ലാം ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ്, പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ത്യ മഹാരാജ്യത്തിനുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് രഞ്ജിത്തിന് പോലും ബോധ്യമാകുന്നതുകൊണ്ടാണ് രഞ്ജിത്ത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഭാസുരേന്ദ്ര ബാബു, ഈ പ്രോട്ടോകോൾ പ്രകാരം ഒരു ജവാന്റെ വീരമൃത്യു മരിച്ച ജവാന്റെ മൃതദേഹത്തിന് ആ ആദരവ് കൊടുക്കുകയും അത് പോയി സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് സ്വീകരിക്കാതെ അതിന് തൊട്ടടുത്ത് രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ്. ഈ ജവാനായ പിന്റുകുമാറിന്റെ ബോഡി ബീഹാറിലെത്തുമ്പോൾ അത് സ്വീകരിക്കാതെ നരേന്ദ്രമോദിയും നിതീഷ് കുമാറും തൊട്ടടുത്ത് രാഷ്ട്രീയ റാലി നടത്തുകയാണ്. ഇത് ഞാൻ ചോദിക്കുമ്പോൾ നരേന്ദ്രമോദിയെ കുറിച്ചാണ് രഞ്ജിത്ത് ചന്ദ്രൻ പറയുന്നത്, BJP പറയുന്നത്. ഇത് രഞ്ജിത്ത് ചന്ദ്രന്റെ അല്ല, ദേശീയ തലം മുതൽ BJPയുടെ വാക്കുകൾ ഇതാണ്. അല്ല, ഞാൻ രഞ്ജിത്ത് ചന്ദ്രൻ നമുക്ക് ഇവിടെ കിട്ടുന്ന BJPയുടെ മുഖമാണല്ലോ. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു നേതാവുമാണ്, യുവമോർച്ചയുടെ സംസ്ഥാന നേതാവാണ്. ആ ഏറ്റവും ഉന്നതനായ നേതാവാണ് യുവമോർച്ചയുടെ. ഞാൻ പറയുന്നത് ചോദ്യം ആദ്യം ചോദിച്ചത് എന്തായിരുന്നു അജിംഷാദ്? ആദ്യത്തെ ചോദ്യം ഏറ്റവും സമയം അദ്ദേഹം തന്നെയാണ് എടുത്തത്. 250 എന്നുള്ള കണക്ക് എവിടെ നിന്ന് കിട്ടി? അതിനുള്ള അതോറിറ്റി അദ്ദേഹത്തിനുണ്ടോ? ആ ഒരൊറ്റ ചോദ്യത്തിന് മറുപടിയേ ഇല്ലല്ലോ. ശബരിമല ഇഷ്യൂ വരുമ്പോൾ കോൺഗ്രസ്സുകാരും BJPക്കാരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, എന്നാൽ ഇനി റിവ്യൂ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അംഗീകരിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അതിന് മറുപടി പറയില്ല. അത് നമ്മൾ അനുഭവിച്ചതല്ലേ. ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക, മറ്റു കാര്യങ്ങൾ പറയുക, അതൊരു രീതിയാണ്. അത് തന്നെ എന്താ കാണിക്കുന്നത്? ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത അവരുടെ ദേശീയ നേതൃത്വത്തിന്റെ ഒരു അവസ്ഥാന്തരമാണ് രഞ്ജിത്തിലൂടെയും കാണുന്നത്. ഞാൻ ചോദിച്ചല്ലോ, ഞാൻ പറയുന്നത് ഇവിടെ താങ്കൾ പറഞ്ഞല്ലോ ഈ പട്ടാളക്കാരന്റെ എന്നെ അവമതിക്കുന്ന കാര്യം. യഥാർത്ഥത്തിൽ അവർ അവിടുന്ന് പോകേണ്ടതാണ്. പോയിട്ട് അതാണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ 44 ഒരാളെ അല്ല 44 മന്ത്രിയാണ് രഞ്ജിത്തിന് സമയം കിട്ടും. അതിലേക്ക് വേണ്ടിയുള്ള അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. രഞ്ജിത്തെ അതല്ല ചോദ്യം. ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് സാറേ. ഇതൊന്നും പറയട്ടെ രഞ്ജിത്തെ, അതല്ല ചോദ്യം. സാറ് കണ്ണടയെങ്കിൽ മാറ്റും, ഇതൊന്നും കാണുന്നില്ലെങ്കിൽ. അല്ല രഞ്ജിത്ത്, ആ ചോദ്യം അതല്ല. ചോദ്യം എന്താണ്? ബീഹാറിൽ വന്ന പട്ടാളക്കാരന്റെ ഡെഡ് ബോഡിയോട് എന്ത് മര്യാദ കാണിച്ചു എന്നാ ചോദ്യം. പിന്റുകുമാർ അല്ല, അപ്പൊ അത് ആ കാര്യത്തിനകത്ത് അവരുടെ താല്പര്യം, അതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം അടിയന്തരമായി കിട്ടാൻ ഇടയില്ല. ഞാൻ അതിനേക്കാൾ എളുപ്പമുള്ളൊരു കാര്യം പറഞ്ഞു തരാം അജിൻഷാദിന്. രഞ്ജിത്തും അതിന് മറുപടി പറയേണ്ടതാണ് BJPയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക്. നോക്കൂ, ഈ കാര്യത്തിനകത്ത് ആദ്യത്തെ ഈ സർവകക്ഷി സമ്മേളനം വിളിക്കുമ്പോൾ നരേന്ദ്രമോദി എവിടെയായിരുന്നു? നരേന്ദ്രമോദി അക്കാര്യത്തിൽ പങ്കെടുത്തത്. സർവകക്ഷി സമ്മേളനം വിളിക്കുമ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കാറില്ല. പ്രധാനമന്ത്രിയുടെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ആ സമയത്ത് ബാക്കി എല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ പ്രതിപക്ഷ മുന്നണി അവരുടെ പദ്ധതി പരിപാടികൾ മാറ്റിവെക്കുമ്പം നരേന്ദ്രമോദി ജയ്പൂരിൽ റാലിയിൽ പങ്കെടുക്കുകയാണ്. റാലിയിൽ പങ്കെടുത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത് നേരത്തെ എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് രാജ്യമെന്ന്. തന്നെ പ്രൊമോട്ട് ചെയ്യുക, തന്നെ പോറ്റി എന്ന് പറഞ്ഞൊരു പ്രയോഗം തന്നെ ഉണ്ട്. തന്നെ പ്രൊമോട്ട് ചെയ്ത് അദ്ദേഹത്തിന് അങ്ങോട്ട് തീരുന്നില്ല. ഒരുതരം മസോക്കിസമാണത്. ആ അർത്ഥത്തിൽ ഒരു മനോവ്യാപാരങ്ങൾ വല്ലാതെ ആയി തീർന്ന ഒരു പ്രധാനമന്ത്രി തന്നെ പ്രൊമോട്ട് ചെയ്തതിന് ശേഷം സമയമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയുടെ രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ രീതി സ്വീകരിക്കുന്നത് തെറ്റാണെന്ന് പറയുമ്പം അദ്ദേഹം എന്താ പറയുന്നത്? മോദിയെ വിമർശിച്ചാൽ അത് രാജ്യത്തെ വിമർശിക്കുന്നതിന് തുല്യമാണ്. എന്തൊരു പറച്ചിലായത്! അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ബെറുവ പറഞ്ഞതാണ്, ഇന്ത്യ ഈസ് ഇന്ദിര. എന്തു പതനമാണ് അതിനുശേഷം ഉണ്ടായത്? രാജ്യത്തിന് സമമാണ് ഞാൻ എന്ന് പറഞ്ഞ ഒരാളും ജയിച്ചിട്ടില്ല ഇന്ത്യയിൽ. കാരണം അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഗുണമാണ്. ഞാൻ പറയുന്നത് ആ അവസ്ഥയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഇതൊന്നും പിടിച്ചാൽ തിരിച്ച് കിട്ടൂല, ഉറപ്പാണ്. കാരണം ഈ നിവർത്തികേടിന്റെ പര്യായങ്ങളായി BJPയുടെ നേതാക്കൾ മാറി. അവർ പ്രതീക്ഷിച്ച ഫലം ഈ യുദ്ധം കൊണ്ടുണ്ടായില്ല. യുദ്ധം കൊണ്ട് നേട്ടമുണ്ടാക്കാം എന്നവർ വിചാരിച്ചേക്കാമെന്ന്
നേരത്തെ കോൺഗ്രസ് നേതാവിന്റെ പുസ്തകം പറഞ്ഞില്ലേ, അത് ലഭിക്കുന്നില്ല എങ്കിൽ അതായത് റഫേലാണ് ഇവിടെ ഒരു ആയുധമായി ഏറ്റവും ഒടുവിൽ ഉപയോഗിക്കപ്പെട്ടത്. അതായത് ഈ റഫേലിനെ കുറിച്ചുള്ള നിങ്ങളുടെ വാദങ്ങൾ ഒന്ന്, രണ്ട്, നിങ്ങൾ താമസിപ്പിച്ചത് AK ആന്റണിയുടെ കാലത്ത് ഇത് മുതൽ ആണ് ഈ യുദ്ധത്തിലെ വീഴ്ചകൾക്ക് ഉണ്ടെങ്കിൽ അതിന് കാരണമായി വന്നത്. വീഴ്ചയെന്ന് സമ്മതിക്കുന്നു ആ അർത്ഥത്തിൽ. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രാഥമികമായി ചർച്ച നടത്തി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കലിനെ ഞങ്ങൾ പിന്നെ സബ് കരാറും കൊടുത്ത് ഞങ്ങൾ കാര്യങ്ങൾ വളരെയധികം മുന്നോട്ട് പോയ ഒരു ഘട്ടത്തിലാണല്ലോ ഗവൺമെന്റ് മാറിയത്. നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞോ, ഒരു കടലാസ് കമ്പനി പോലും ഉണ്ടാക്കാത്ത ഇന്ത്യയിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാപ്പർ സൂട്ടുമായിട്ട് നിൽക്കുന്ന അനിൽ അംബാനിയെ ഇതിനകത്ത് ചേർക്കാൻ ഞങ്ങൾ പറഞ്ഞു. മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കി ഫ്രാൻസോ ഒലാദിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഇവിടുത്തെ അനിൽ അംബാനിയെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തിയിട്ട് കരാറുണ്ടാക്കാൻ ഞങ്ങൾ പറഞ്ഞു. ഓഫ്സെറ്റ് കരാറിൽ 108 എന്നുള്ളത് 38 കുറയ്ക്കാൻ ഞങ്ങൾ പറഞ്ഞു, 36 ഞങ്ങൾ പറഞ്ഞു. 508 കോടിക്ക് വാങ്ങേണ്ട ഫ്ലൈറ്റിന് 1209 കോടിയായിട്ട് വില വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുതലാളി വഴി 32,000 കോടി രൂപയുടെ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയ ശ്രമത്തെ ഞങ്ങൾ കയ്യോടെ കണ്ടുപിടിച്ചപ്പോ അതിനെ ചൊല്ലി കരാറിന്റെ ഇത് വരുമ്പോ നിങ്ങൾ ഞങ്ങളുടെ മണ്ടയിൽ പഴിയാറുണ്ട. പ്രിയപ്പെട്ട രഞ്ജിത്ത്, BJPയോട് ഞങ്ങളുടെ ചോദ്യം, യഥാർത്ഥത്തിൽ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങളുടെ ഗവൺമെന്റ് അല്ലേ? നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ഇന്ത്യയുടെ പരമപ്രധാനമായ കേന്ദ്രത്തിലേക്ക് ഇവിടെ 300-350 ഗ്രാം ഇറച്ചിയുമായിട്ട് ഏതെങ്കിലും ഒരു ബീഫ് എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരാൾ പോയാൽ കണ്ടുപിടിച്ച് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കുന്ന ഇന്ത്യയിലാണ് 350 കിലോഗ്രാം RDXുമായിട്ട് 2000 CRPFന്റെ കോൺവോയുടെ ഇടയിലേക്ക് ഭീകരവാദി നുറഞ്ഞു കയറി എന്ന് പറഞ്ഞാൽ ഇവിടെ ആരുടെ വീഴ്ചയാണ്? കോൺഗ്രസിന്റെ വീഴ്ചയാ? അല്ലല്ലോ. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അതും രാഷ്ട്രപതി ഭരണത്തിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കയറി അടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ സുരക്ഷയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പോലെ ഞങ്ങൾക്ക് സംശയമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, അവിടുത്തെ സുരക്ഷ അവിടെ നിൽക്കട്ടെ. വ്യാപനാക്രമണം നടന്നു, നമ്മുടെ പൈലറ്റ് അപ്പുറത്ത് പോയി വീണു, ശരിയാണ്. അതിനുശേഷം സ്വാഭാവികമായിട്ടും അവിടെ പാകിസ്ഥാന്റെ പാർലമെന്റിനകത്ത് ഇമ്രാൻഖാൻ പറയാണ് തിരിച്ചടിക്കും. അപ്പോ എങ്കിലും നമ്മുടെ വ്യാമ പ്രതിരോധ ശക്തിയെ ഉയർത്തി നിർത്തണ്ടേ? അവർ പാക് അധിനിവേശ കശ്മീരും കഴിഞ്ഞ് നമ്മുടെ കശ്മീരിനകത്ത് കയറി രജൌറി സെക്ടറിൽ കയറി ബോംബിടാൻ ശ്രമിച്ച് ബോംബിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥവും അതിന്റെ കുറ്റവും അല്ലെങ്കിൽ ആ സുരക്ഷാ വീഴ്ചയും ഞങ്ങളുടെ മണ്ടയിൽ കൊണ്ടുവയ്ക്കണം എന്തിനാ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി നമ്മുടെ പൈലറ്റ് അപ്പുറത്ത് പോയപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരോട് എന്താവശ്യപ്പെട്ടു? ഇവിടെ നയതന്ത്ര തലത്തിൽ നടത്തിയ ഇടപെടലുകളല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഇനിഷ്യേറ്റീവ് എടുത്തായിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. തീർത്ഥങ്ങ് പറഞ്ഞു പോകും. ഇനി നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ കൈകളിൽ ഈ രാജ്യത്ത്, BJPയുടെ രാജ്യത്ത് ഈ രാജ്യം സുരക്ഷിതമായിരിക്കുമെന്ന്. പ്രിയപ്പെട്ട രഞ്ജിത്ത്, പ്രിയപ്പെട്ട BJPക്കാർ ഒരു കാര്യം പറയുക, ഈ രാജ്യത്ത് 1999 കാർഗിൽ യുദ്ധം നടന്നത് നിങ്ങളുടെ കാലത്ത്, 2001 കശ്മീർ നിയമസഭയ്ക്കകത്ത് ഭീകരവാദികൾ വെടിവെച്ചത് നിങ്ങളുടെ കാലത്ത്, 2002 ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് ഭീകരവാദികൾ ജയ്ഷെ മുഹമ്മദ്, ഹർക്കത്തുൽ മുജാഹിദീനുമെല്ലാം കയറി അടിച്ചത് നിങ്ങളുടെ കാലത്ത്, ഇവിടെ ശവപ്പെട്ടിയുടെ കുംഭകോണം നടന്നത് നിങ്ങളുടെ കാലത്ത്. ഇനി നരേന്ദ്രമോദിയിലേക്ക് വരാം. 2016 ജനുവരി മാസം 25-ാം തീയതി പഠാൻകോട്ടിനകത്ത് നമ്മുടെ വ്യാമത്താവളത്തിനകത്ത് കയറി 8 പേരെ കൊലപാതകം നടത്തിയ 8 സൈനികർ മരിച്ചത് നിങ്ങളുടെ കാലത്ത്. ഞങ്ങളെ കുറ്റപ്പെടുത്തണ്ട. 2016 സെപ്റ്റംബർ മാസം 18 ഉറിയിലേക്ക് കയറി 19 സൈനികരെ കൊന്നത് നരേന്ദ്രമോദിയുടെ കാലത്ത്. 2016 നവംബർ 29 ജമ്മു കശ്മീരിലെ നഗോത്രയിലെ സൈനിക ക്യാമ്പിൽ കയറി 7 പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നത്, ഭീകരവാദികൾ വെടിവെച്ച് കൊന്നത് നിങ്ങളുടെ കാലത്ത്. 2019 ഫെബ്രുവരി മാസം 14-ാം തീയതി 41 CRPF ജവാന്മാരെ കൊല ചെയ്യപ്പെട്ടത് നിങ്ങളുടെ കാലത്ത്. നിങ്ങളുടെ കാലഘട്ടത്തിലല്ലാതെ ഇത്രമാത്രം 1 ലക്ഷം ലാഹോർ കോട്ടയ്ക്ക് മുകളിൽ ഇന്ത്യൻ പതാക പാറിച്ച പാർട്ടിയാണ് ഇന്ദിരാഗാന്ധി. അതായത് ഗുരുതരമായ വീഴ്ചകൾ, ഏറ്റവും കൂടുതൽ പട്ടാളക്കാർ ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടായത് മോഡിയുടെ കാലത്ത്. എന്നിട്ട് ഈ വീരമൃത്യു വഹിച്ച ജവാന്മാരുടെ ശവശരീരം പോലും ഏറ്റുവാങ്ങാൻ നിൽക്കാതെ റാലി നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായി ഇതിനെയൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് BJPക്ക് മുമ്പിലേക്ക് എത്തുന്നത്. ചുരുക്കി അതിനൊരു മറുപടി പറഞ്ഞാൽ. അല്ല, ഇത് ആദ്യമേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തെളിവ് ചോദിക്കുന്നു. ഇസ്രയേല് സിറിയയിൽ എത്രയോ ഇതുപോലത്തെ ആക്രമണം നടത്തുന്നു. ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു സൈന്യം
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തെളിവോടും. സിറിയ രാജഭരണം, ഇന്ത്യ ജനാധിപത്യ ഭരണം, വ്യത്യാസമുണ്ട്. അത് സൈന്യത്തിന്റെ സീക്രട്ടാണ് BRM ഷഫീറെ. അത് ഇല്ലാതാക്കി അതിന്റെ തെളിവ് അമേരിക്ക കൊടുക്കുമോ? ഒരിക്കലുമില്ല. ആയിട്ടുള്ള സൈന്യവും അങ്ങനെയുള്ള യാതൊരു വിധങ്ങളായിട്ടുള്ള തെളിവും കൊടുക്കില്ല. അത് സൈന്യത്തിന്റെ സീക്രട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നേരത്തെ ഇവിടെ ശ്രീ അദ്ദേഹം ഇവിടെ ചോദിച്ചു, നരേന്ദ്രമോദിജി എന്ത് ചെയ്തു നമ്മുടെ ഈ വിംഗ് കമാൻഡർ അവിടെ എത്തിപ്പെട്ടതിന് ശേഷം? നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, നമ്മുടെ അന്തർവാഹിനികളടക്കം കറാച്ചിയിലടക്കം, കറാച്ചിയുടെ യഥാർത്ഥ കേന്ദ്രങ്ങളിലടക്കം നമ്മുടെ അന്തർവാഹിനികളടക്കം പോയി. അവിടുത്തെ പാകിസ്ഥാൻ ആഭ്യന്തരമായിട്ട് അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നീക്കങ്ങളിലൂടെ ഉണ്ടായി. പാകിസ്ഥാനിലെ 6 വ്യോമസേന 6 അവിടുത്തെ എയറോഡ്രാമുകൾ അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായി. പാകിസ്ഥാനിൽ സാഹചര്യമുണ്ടായി. പാകിസ്ഥാനെ കെട്ടുന്ന രീതിയിൽ, പാകിസ്ഥാന്റെ മുഴുവൻ രീതിയിൽ വ്യോമ ഗതാഗതം, അതുപോലെ ആഭ്യന്തരമായിട്ടുള്ള അടിയന്തരാവസ്ഥ, ആ രീതിയിലുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തു. 2 ദിവസം കൊണ്ട് 50 മണിക്കൂർ കൊണ്ട് പാകിസ്ഥാന് ഇന്ത്യയുടെ വിംഗ് കമാൻഡറിനെ പുറത്തുവിടേണ്ട സാഹചര്യം ഒരുക്കിയത് ഇന്ത്യയുടെ ബഹുമാന്യനായിട്ടുള്ള സേന പറഞ്ഞത് അത് ജനീവ കരാർ പ്രകാരമാണെന്നാണ്. രഞ്ജിത്ത് അല്ലല്ല, രഞ്ജിത്ത് പറഞ്ഞതിൽ ഫാക്ച്വൽ എററുണ്ട്. അതെനിക്ക് ഇടപെടണ്ടേ, എനിക്ക് ചോദിക്കണ്ടേ? ജനീവ കരാർ പ്രകാരമാണോ ഇല്ലയോ? ജനീവ കരാർ പ്രകാരമാണ് സേന പറഞ്ഞത്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സമ്മർദ്ദത്തെ കുറിച്ച് താങ്കൾ പറയുന്നത്? നിങ്ങൾ അത് അംഗീകരിക്ക്. നിങ്ങളുടെ നേതാവ് ഉമ്മൻചാണ്ടി ആർക്കാ ട്വീറ്റ് ചെയ്ത്? ഇമ്രാൻഖാന് ട്വീറ്റ് ചെയ്തു. അസോസിയേഷന്റെ പ്രസിഡന്റ് അവിടെ വന്ന് വലിയ വീരവാദം നിങ്ങളുടെ ദിഗ്വിജയ് സിംഗ് തെളിവ് എവിടെയാണ്? നിങ്ങളുടെ ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടി ഇവിടെ ഉമ്മൻചാണ്ടി ഇമ്രാൻഖാനെ ട്വീറ്റ് ചെയ്തെന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. ഇല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം. നിങ്ങൾ കേസെടുക്കാൻ തയ്യാറാണ്. ഇമ്രാൻഖാനെ ട്വീറ്റ് ചെയ്തത് എവിടെ? ഏത് പത്രം പറഞ്ഞു? ആര് പറഞ്ഞു? 57 പേര് മരിച്ചു. ഉമ്മൻചാണ്ടി ഇമ്രാൻഖാൻ അല്ലല്ലോ. AICC ജനറൽ സെക്രട്ടറി ശ്രീമാൻ ഉമ്മൻചാണ്ടി ഇമ്രാൻഖാൻ അനുകൂലമായി ട്വീറ്റ് ചെയ്തെന്ന് പറഞ്ഞതിനെ കുറിച്ച് ശ്രീ രഞ്ജിത്ത് ഇമ്രാൻഖാനെ ട്വീറ്റ് ചെയ്തെന്ന് പറഞ്ഞതിന് ആധികാരികത ഉണ്ടെങ്കിൽ പറയും. മുംബൈ ആക്രമണം 257 ഡൽഹി ആക്രമണം 2 പേര് മരിച്ചു. ഉമ്മൻചാണ്ടി അങ്ങനെ ട്വീറ്റ് ചെയ്തോ അതോ ഇമ്രാൻഖാന്റെ പേര് ട്വീറ്റിനകത്ത് ഉൾപ്പെടുത്തി? ഇമ്രാൻഖാന്റെ പേര് ട്വീറ്റിൽ ഉൾപ്പെടുത്തി. എന്റെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് ഉൾപ്പെടുത്തിയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് ഉൾപ്പെടുത്തിയില്ല. ശരി ശരി. എന്റെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് ഉൾപ്പെടുത്തിയില്ല. എം ജയചന്ദ്രൻ നവജോത് സിംഗ് സിദ്ധു കത്തെഴുതി, അത് പരസ്യമായിട്ട്. വളരെ അടുത്ത സുഹൃത്തായ ഇമ്രാൻഖാനും നവജോത് സിംഗ് സിദ്ധു കത്തെഴുതുകയും നേതൃത്വം നൽകുന്ന ഇമ്രാൻഖാൻ കണ്ടില്ല. കറാച്ചിയിലേക്ക് ആണവായുമായിട്ടൊക്കെ പോയത് അറിഞ്ഞതുമില്ല. നിങ്ങളുടെ ആരാധനാപാത്രം ഇമ്രാൻഖാനാ. ഇമ്രാൻഖാനെന്ന് ഞങ്ങൾക്കൊന്നും ഇന്ത്യയിൽ ഒരാൾക്കും ഇമ്രാൻഖാന് വേണ്ടിയൊന്നും ഇന്ത്യയിൽ ഒരുത്തനെ തുടിക്കില്ല. ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ വീട്ടിൽ ബിരിയാണി കഴിക്കാൻ പോയത് നിങ്ങളല്ലേ? ഇവിടെ ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ വീട്ടിൽ വിളിക്കാത്ത കല്യാണത്തിന് പോയി ബിരിയാണിയും കഴിച്ചിട്ട് ഞങ്ങളോട് ദേശസ്നേഹം പറയാ.
നിങ്ങളല്ലേ പോയത് വിളിക്കാത്ത കല്യാണത്തിന്? ശരിയാണ് 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 നിങ്ങളല്ലേ പോയത്? തീർച്ചയായും തീർച്ചയായും ഞങ്ങളെ കൂട്ടുകാരുടെ നവാസ് ഷെരീഫ് നിങ്ങളുടെ ഈ സൗണ്ട് മ്യൂട്ട് ചെയ്യൂ, ഈ സൗണ്ട് മ്യൂട്ട് ചെയ്യൂ. ശ്രീ എം ജയചന്ദ്രനിലേക്ക് നിങ്ങൾ പറയുന്നത് ആരും ഇനി കേൾക്കില്ല. ശ്രീ എം ജയചന്ദ്രൻ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രീ എം ജയചന്ദ്രൻ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കുകയാണോ? ഈ പിന്നെ 2011 മെയ് 2 ലോകം അറിഞ്ഞത് ഒസാമ ബിൻ ലാദന്റെ വധമായിരുന്നു. പിന്നീട് US അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വിട്ടല്ലോ. ഇല്ല എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. അങ്ങനെയല്ല, അതിന്റെ എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ടതാണ് ശരി. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും അറിയാം ലോകത്തിന്. എന്തുകൊണ്ട് ഇപ്പൊ ഇവിടുത്തെ അബോട്ടവാദിനടുത്താണല്ലോ ഈ ബാലാക്കോട്ട്, അവിടുത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? അതൊരു കാര്യം. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ഒരൊറ്റ കൊല്ലം മാത്രം കാശ്മീരിൽ 570 പേരാണ് കൊല്ലപ്പെട്ടത്. 260 തീവ്രവാദികളും 160 സാധാരണക്കാരും 150 സായുധ സൈനികരും കൊല്ലപ്പെട്ടു. ഇതിങ്ങനെ നിരന്തരമായി നടന്നു പോകാൻ മതിയോ? ഇക്കാര്യത്തിലുള്ള ഡയലോഗ് വേണ്ടത്. എങ്ങനെയാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുക? അതിന് പകരം 250, 300, 350 കണക്ക് പിരിപ്പിച്ച് തീർച്ചയായും ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എം ജയചന്ദ്രൻ വ്യക്തമാണ്. അതായത് വീരജവാന്റെ വീരമൃത്യു വരിച്ചവരുടെ ശവശരീരം ഒന്ന് ഏറ്റുവാങ്ങാൻ പോലും സമയമില്ലാതെ ഓടി നടന്ന് രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണ്. സർക്കാരും സംവിധാനങ്ങളും ഔദ്യോഗികമായി നൽകുന്നതിന് വിരുദ്ധമായ രീതിയിലുള്ള കണക്കുകൾ പറഞ്ഞിട്ടാണ് അമിത്ഷാ ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നത്. ഈ രാഷ്ട്രീയ പ്രചരണം ശരിയോ എന്നതാണ് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ബാക്കിയാകുന്നത്. അതിന് BJP ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എന്നതുമാണ് ബാക്കിയാകുന്നത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.